ഇതാണോ? Studios present. Simple English. No confusion. അണ്ണൻ ഡൊമിനിക്കിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നോ? അയ്യോ, അത് ഒരു ദിവസം അവനെ ഞാൻ എന്റെ റിയൽ അക്കൗണ്ടിൽ നിന്ന് അങ്ങ് തള്ളക്കി വിളിക്കാതെ വിചാരിച്ചു. അന്ന് മറ്റേ കമന്റ് ഇട്ട ദിവസേ അത് ഇടാൻ വേണ്ടി പോയതാന്ന്. അതിന്റെയാണ് ഞാൻ അവനെ സബ് ചെയ്തിട്ടുണ്ട്. ശരിയാ നന്നായി നന്നായില്ല പയ്യ, എല്ലാം പറഞ്ഞ് നന്നായില്ല പയ്യ. Very dangerous. ഇത് ടർഫാണോ അതോ ഈ ഇടയ്ക്ക് നടന്നാണോ? But not in Jurassic Park. Because in ഞാൻ that സത്യം പറഞ്ഞോട്ടെ ഗൈസ്, ക്യാരക്ടർ ഇപ്പോഴത്തെ ആൾക്കാരുടെ ക്യാരക്ടർ വെച്ച് എനിക്ക് KVL ഒരാളെ പോലും തിരിച്ചറിയാൻ അറിഞ്ഞൂടാ സത്യമായിട്ടും. നേരത്തെ ആൾക്കാരെയൊക്കെ അറിയായിരുന്നു കണ്ടാല്. നേരത്തെ ആൾക്കാരെല്ലാം നമുക്ക് സിനിമാറ്റിക്സിലാകുമ്പോൾ കാണുമ്പോൾ അറിയായിരുന്നു. ഇപ്പൊ എനിക്ക് ഇവര് പ്ലേയേഴ്സിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, ആരൊക്കെയാണ് പുതിയ ആൾക്കാർ എല്ലാം ഉള്ളതേ, ക്യാരക്ടർ ആരാണ്. park, there is a പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ബ്രോ, പമ്പാണ് ബ്രോ. വണ്ടി ഇവിടെ നിർത്തിയിട്ട് കണ്ടുകൂടെ? വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഒതുങ്ങി നിൽക്കൂ, വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇടിക്കാതെ എനിക്ക് ഓട്ടിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ വണ്ടി എടുത്ത് അപ്പൊ ഇടിക്കും, എനിക്ക് ലൈസൻസ് ഒന്നുമില്ല. ഏതോ ഒരു കിട്ടാം, അവന്റെ പഴം തീർന്നു. എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നിട്ട് വെറുതെ ഒന്ന് വണ്ടി ഇടിച്ചിട്ട് ചൊറിയുന്നത് ഭയങ്കര ശോഭമാണ്. അത് ഞാൻ രണ്ടാമത് പോയി അവിടെ പോയി എന്താണ് പ്രശ്നം എന്ത് കാര്യം ചോദിക്കാൻ പോകുമ്പോഴും പുള്ളി ഡാൻസ് പറയുന്നത് പോടാ പച്ച തിട്ടത് എന്നുള്ള രീതിക്കാ പറഞ്ഞു പോകുന്നത്. ഇത് കണ്ണാപ്പി ഇപ്പൊ വള്ളിയില്ലേ, SRക്ക് വേണ്ടിയ വള്ളി എടുത്തു കൊടുത്തില്ലേ? ഇത് TVയിലെ കണ്ണാപ്പി, ഒരു സംശയവും ഇല്ല. ഇപ്പൊ എന്താ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ അതോ കണ്ടിന്യൂ വേണമെങ്കിൽ ഒരു വാറായിട്ട് കണ്ടിന്യൂ ഫ്രീ വാറായിട്ട് കണ്ടിന്യൂ ചെയ്യാം. എന്താ ചെയ്യാം? നോ മങ്കി എന്തെങ്കിലും കുറച്ചുപേരൊക്കെ പലയിടത്തും പലതും കേട്ട് കാണും. സത്യത്തില് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യാൻ തന്നെയാണ് ഇരുന്നത്. കാരണം OG ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സൊക്കെ ഈ അങ്ങനെ ഇറങ്ങുമ്പോൾ പിന്നെ ഇത് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയല്ല. അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യാനായിരുന്നേ. നമ്മളിവിടെ സംസാരിച്ചപ്പോഴും എന്ത് ചെയ്യണമെന്ന് ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോഴും ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞ ഇങ്ങനെ, അതായത് ഡ്രാഗണും വർക്ക് കിച്ചനും ഹോക്കി അവർ നോക്കി നടത്തുക എന്നുള്ളൊരു ഇതിലോട്ട് എത്തിയായിരുന്നു ലാസ്റ്റ്. അവർ വീണത് മണ്ണിലേക്കല്ല, ചരിത്രത്തിന്റെ താളുകളിലേക്ക്. അവരുടെ ഓരോ തുള്ളിച്ചോരയും ഈ മണ്ണിൽ വീണപ്പോൾ അവിടെ ഒരു പുതിയ വിപ്ലവം പിറവിയെടുക്കുകയായിരുന്നു. അവർ മരിച്ചിട്ടില്ല. ഓ പ്രിയവാർ തോറ്റല്ലേ? അവർ കരുതിയത് നമ്മൾ തീർന്നു പോയെന്നാണ്. നമ്മുടെ വീഴ്ച കണ്ടവർ ചിരിച്ചു. മണ്ണിൽ മുഖമമർത്തി വീണപ്പോൾ നമ്മൾ അവസാനിച്ചെന്ന് അവർ വിശ്വസിച്ചു. ഇത് ഹിറ്റ്മാന്റെ ക്യാരക്ടർ ആണോ? നമുക്കിടയിൽ ഇത്രയും വെടിയുണ്ടകളും ചോരയും വീണ സ്ഥിതിക്ക് വെറുതെ വഴക്കിടുന്നതിൽ അർത്ഥമില്ല. അതിനേക്കാൾ നല്ലത് ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാം. അന്ധമായ അധികാരം തലയ്ക്ക് പിടിച്ച ഒരു കൂട്ടം കുരങ്ങുകളുടെ കഥ. അവർ കാട്ടിലെ ദുർബലരെ വേട്ടയാടി. ഇത് കണ്ടപ്പോഴേ എനിക്ക് ഒരു കാര്യം ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് ഗൈസ്, അപ്പൊ എറൊക്കെ RP നിർത്തിയിട്ട് വർഷമായി കേട്ടാ. അപ്പൊ TV അവിടെ ഉണ്ടെങ്കിൽ ഞാനൊക്കെ ഇനി RP നിർത്തി ദേവൂട്ടനൊക്കെ കളിക്കുന്ന പ്രായമാകുന്ന വരെ ഞാൻ സിനിമാറ്റിക്സിലുണ്ടാവും.
TV ഉണ്ടാക്കി. ഒരു സംശയവുമില്ല. ഇപ്പോഴേക്കത് correct ആയിട്ട് മനസ്സിലായി. രസിച്ചു. പക്ഷേ ആ കാടിന് ഒരു കാവൽക്കാരനുണ്ടായിരുന്നു. ഇനി മിക്സിംഗ് റൗണ്ട്. വണ്ടി തട്ടി എന്ന് പറഞ്ഞിട്ട് இந்த வாட்டி மிஸ்ஸே ஆகாது. നീ ഉണ്ടാക്കും അങ്ങനെ നീ പല്ലേ എന്ത് പറഞ്ഞു തുടിക്കെ പ്ലക്കുന്നോ? ഇപ്പൊ പ്ലക്കി വിട്ടോ അവരവിടെ കുത്തി അടി. വല്ല കാര്യമുണ്ടോ? ഡൗൺ ടൈമിൽ പോലും ഒരു കുന്നൻ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും. മനസ്സിലായോ? ഇനിയിപ്പോ എത്ര റിക്രൂട്ട്മെന്റ് എടുത്താലും നമ്മൾ ഇത്ര ആൾക്കാർ മതി നിങ്ങൾ അടിക്കാൻ. മനസ്സിലായോ? ഉണ്ടാവണേ അടിക്കാൻ ഞാൻ വെയിറ്റ് നീ ഉണ്ടാക്കും. നീലന്റെ സൗണ്ട് പോലില്ലേ അത്? നീലന്റെ സൗണ്ട് പോലില്ലേ അത്? എന്റെ പടയിലെ ഏറ്റവും ക്രൂരനായ ആ കൊലയാളി കുരങ്ങനെ എന്റെ പിള്ളേർ തീർത്തത് ഇരുട്ടിൽ അവന്റെ ശ്വാസം എന്താടാ? അണ്ണനായിരിക്കുന്നത്. ഇല്ല അത് ചാൻസ് ഇല്ല. എന്താണ് നിനക്ക്? എന്റെ പിള്ളേർ തീർത്തത് നീ പോലും അറിഞ്ഞില്ല. ഇരുട്ടിൽ അവന്റെ ശ്വാസം മുട്ടുമ്പോൾ അവൻ നിന്റെ പേര് വിളിക്കുമുണ്ടായിരുന്നു. പക്ഷേ രക്ഷിക്കാൻ നീ വന്നില്ല. രാജാവിനെ കൊന്നത് അലറിക്കൊണ്ടല്ല, വളരെ സൈലന്റ് ആയിട്ടാണ്. നമ്മുടെ ലീഡറിനെ പറഞ്ഞ ആരും ഇവരെ ജീവിക്കണ്ട. എവിടെയടാ വാണം? അങ്ങു ദൂരെ ആകാശത്തിന്റെ ചുവപ്പും ഭൂമിയുടെ കറുപ്പും ഒന്നാകുന്ന ചക്രവാളത്തിൽ ഒരു ഗർജനം മുഴങ്ങുന്നുണ്ട്. ഇന്ന് നിന്റെ അവസാനമാണ് കാർലോ. അത് വെറുമൊരു മൃഗത്തിന്റെ ശബ്ദമല്ല. ആ മണ്ണിലെ അവസാനത്തെ വാക്കിന്റെ അധികാരം. അവനാണ് ദ കിങ്.
നാലെണ്ണം കൊടുക്കാൻ വേണ്ടത് ബ്രാൻഡ് അല്ലടാ, ചങ്കുറപ്പാണ്. ടേൺ കണക്കിന് അതുണ്ടടാ, നിനക്ക് കാണണോ? മാലിക്കാണ്. ഓക്കേ, ഓക്കേ, ഓക്കേ. ഇതാണോ മാലിക്? എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ചോദിക്കണേ. ഇതാണോ മാലിക്? ഇതാണ് ട്രെൻഡ്. വിഷയം വീഡിയോ കേട്ടോ, കിടിലോട്ട് ചെയ്തിട്ടുള്ള കിടിലം വീഡിയോ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി 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 കിടിലം വീഡിയോ. വിഷയം സാധനം. നമുക്കറിയാവുന്ന വേന